ഹലോ ഗൈസ്, ഇന്ന് ഞാൻ നിങ്ങളെ ഒരു ചെറിയൊരു യാത്ര പോവുകയാണ് നിങ്ങളെയും കൂട്ടിയിട്ട്. അതെ, നമ്മളിന്ന് പോകുന്നത് വയനാട്ടിലേക്ക്. വയനാട്ടിലെ യാത്ര എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏതൊരാൾക്കും ഇഷ്ടമുള്ള ഒരു യാത്രയാണ്. അത് ഞങ്ങളുടെ ഫാമിലിയോടൊപ്പം തന്നെയാണ് പോകുന്നത്. അപ്പോൾ യാത്രകൾ ഇഷ്ടപ്പെടുന്നവരെല്ലാവരും ഞങ്ങളോടൊപ്പം കൂടിക്കോളി. അപ്പോൾ ഇന്ന് നമ്മൾ വയനാട്ടിലെ മുത്തങ്ങ വനത്തിലൂടെയുള്ള ഒരു സഫാരിയാണ് ചെയ്യുന്നത്. അപ്പോൾ നല്ല രസമാണ് ഈ കാട്ടിലൂടെയുള്ള യാത്ര എന്ന് പറയുന്നത്. അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടിയിട്ട് ഒരു ട്രാവലർ എടുത്തിട്ടാണ് പോകുന്നത്. അപ്പം ഇന്നത്തെ വിശേഷങ്ങൾ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുകയാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ഷെയർ ചെയ്യാനും നമ്മുടെ ചാനലൊന്ന് ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും എല്ലാവരും ഓർക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്കും ചെയ്യുക. അപ്പോൾ വയനാട് ഇഷ്ടപ്പെടാത്തവരായിട്ട് ആരും തന്നെയില്ല. ഞങ്ങൾ വയനാട്ടിലെ കുറേയധികം സ്ഥലങ്ങളൊക്കെ ഇന്ന് പോയിട്ടുണ്ടെങ്കിലും ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് ഞങ്ങൾ മുത്തങ്ങ കാട്ടിലൂടെ പോയിട്ടുള്ള ഒരു ബസ് യാത്രയാണ്. അപ്പോൾ അതിനെക്കുറിച്ചുള്ള ഒരു ചെറിയൊരു വീഡിയോ ആണ് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ എല്ലാവരും വീഡിയോ മുഴുവനായിട്ട് കാണുക. അപ്പോൾ നമ്മളിവിടേക്ക് കയറണമെങ്കിൽ ആദ്യം തന്നെ ടിക്കറ്റ് എടുക്കണം. ഇത് ഓൺലൈനായിട്ട് ടിക്കറ്റ് എടുക്കാനൊന്നും പറ്റില്ല. അവിടെ വന്നിട്ട് ക്യൂ നിന്നിട്ട് തന്നെ 300 രൂപ കൊടുത്തിട്ട് ടിക്കറ്റ് എടുക്കണം. 2 തരത്തിലുള്ള സർവീസാണ് നമുക്ക് അവിടെ പ്രൊവൈഡ് ചെയ്യുന്നത്. ഒന്ന് ബസ്സിലൂടെ ഉള്ള ഒരു യാത്രയും ജീപ്പിലൂടെ ഉള്ള ഒരു യാത്രയും. പിന്നെ ക്യാമറ ഉപയോഗിക്കണമെങ്കിൽ 45 രൂപ അഡീഷണലായിട്ട് ഫീസ് കൊടുക്കണം. അപ്പോൾ നമ്മൾ കാട്ടിലൂടെ യാത്ര തുടങ്ങുകയാണ്. അതിമനോഹരമായ ഒരു കാഴ്ചയാണ്. ഞങ്ങൾ പോകുന്ന സമയത്ത് അത്യാവശ്യം മഴയൊക്കെ ഉള്ളതുകൊണ്ട് നല്ല പച്ചപ്പൊക്കെ വിരിച്ചിട്ടുള്ള ഒരു പ്രകൃതിയാണ് നമുക്ക് കാണാൻ പറ്റിയത്. അപ്പം കുട്ടികളും വലിയവരും എല്ലാവരും നല്ല ഹാപ്പി ആയിട്ട് ബസ്സിലിങ്ങനെ ഇരിക്കുകയാണ്. ഈ ഒരു ബസ് ഫുള്ളും ഞങ്ങൾ തന്നെയാണ്. ഒരു മാക്സിമം അതായത് ഒരു 2 ഫാമിലി എങ്ങാനോ മാത്രമേ ഉള്ളൂ ബാക്കിയുള്ളത്. അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് നല്ലൊരു എൻജോയ്മെൻറ്റ് തന്നെയായിരുന്നു ഈ ഒരു യാത്ര എന്ന് പറയുന്നത്. പിന്നെ ഈ ബസ്സിൽ ഒരു ഗൈഡ് ഉണ്ടാവും, ഡ്രൈവർ ഉണ്ടാവും. ഗൈഡ് നമുക്ക് വേണ്ട നിർദ്ദേശങ്ങളൊക്കെ തരുന്നുണ്ട്. പിന്നെ ഓരോരുത്തരുടെ ലെക്ക് അനുസരിച്ചിട്ട് നമുക്ക് മൃഗങ്ങളെയൊക്കെ കാണാൻ പറ്റും. ഞങ്ങൾ കുറച്ച് ആനനെയും ആന, മാന് എന്നിവയൊക്കെ കണ്ടു, മയിലൊക്കെ കണ്ടു. പക്ഷേ വനത്തിൽ നല്ല ചൂടാണെങ്കിൽ, ഉൾക്കാടുകളിൽ നല്ല ചൂടാണെങ്കിൽ മാത്രമാണ് മൃഗങ്ങളൊക്കെ പുറത്തേക്ക് വരിക, വഴിയരികിലേക്കൊക്കെ വരുള്ളൂ. അപ്പം പുള്ളിമാനൊക്കെ ഇങ്ങനെ ചെറുതായിട്ട് നടക്കുന്നത് കാണുന്നുണ്ട് നമ്മൾ. പക്ഷേ ഇതിലും ക്ലിയർ ആയിട്ട്, ഇതിലും അടുത്തുനിന്ന് ഞങ്ങൾക്ക് കാണാൻ പറ്റിയത്, ഇവിടെ നിന്നൊക്കെ നമുക്ക് ഇത്ര മാനിനെയൊന്നും കാണാൻ പറ്റിയില്ലെങ്കിലും നമുക്ക് റോഡ് സൈഡിലെത്തിയപ്പോഴും മാനിൻ്റെ കൂട്ടങ്ങളെയൊക്കെ കാണാൻ പറ്റി. അത് ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. പിന്നെ നമ്മൾ എന്താ പറയുക, പ്രകൃതിയിൽ ഒരുപാട് യാത്രകളൊക്കെ നമ്മൾ ചെയ്യുന്നുണ്ടെങ്കിലും ഈ പ്രകൃതിൻ്റെ ഉൾക്കാടുകളിലൂടെയുള്ളൊരു യാത്ര എന്ന് പറയുന്നത് അതിമനോഹരമാണ്. ഇപ്പോൾ നിങ്ങൾക്ക് കാണാം, ഈ വനത്തിൻ്റെ ഒരുപാട് എന്താ പറയുക അക്വേഷ്യ മരങ്ങൾ നട്ടുപിടിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ അക്വേഷ്യ മരത്തിനെ നമുക്ക് ഇങ്ങനെ കാണുന്ന സമയത്ത് ഒരുപാടെന്ന് പറഞ്ഞാൽ ഒരുപാടുണ്ട്. കാണാൻ നല്ല ഭംഗിയാണെങ്കിലും ഈ പൊതുവേ ഈ അക്വേഷ്യ മരം കാടിന് നല്ലതല്ല. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വനത്തിലില്ല, ഭൂമിയിലില്ല വെള്ളമൊക്കെ, അതായത് ഒരു വൃക്ഷം 100 വൃക്ഷങ്ങൾ കുടിച്ചെടുക്കേണ്ട വെള്ളം നമ്മുടെ ഈ അക്വേഷ്യ മരം ഒരു മരം കുടിച്ചെടുക്കുന്നതാണ് കണക്ക് പറയുന്നത്. പക്ഷേ ഇത് എന്താണ്, വനം നശീകരിക്കാൻ അനുമതിയില്ലാത്തത് കാരണം അക്വേഷ്യ മരങ്ങളൊന്നും മുറിച്ചെടുക്കാൻ പറ്റില്ല. ഇത് പൊതുവേ പേപ്പർ നിർമ്മാണത്തിന് വേണ്ടിയിട്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ നിയമം വന്നതുകൊണ്ട്, മരം മുറിക്കരുതെന്നുള്ള നിയമം വന്നതുകൊണ്ട് അതൊന്നും പറ്റില്ല. ഈ യാത്രയിൽ ഞങ്ങൾ കുറച്ച് മയിലിനെയൊക്കെ കണ്ടിട്ടുണ്ട്. കുട്ടികളെല്ലാവരും ഭയങ്കര ഹാപ്പിയാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്കറിയാമല്ലോ, അവരുടെ കണ്ണിനെ കൊണ്ട് മുന്നിൽ ഇങ്ങനെ കാണുകയല്ലേ മയിലും ആനയും ഒക്കെ. അപ്പോൾ അതുകൊണ്ട് അവർ ഭയങ്കര ഹാപ്പിയാണ്, ഞങ്ങളും ഹാപ്പിയാണ്. അപ്പോൾ അടുത്തുനിന്ന് ഞങ്ങൾക്ക് ഓരോ മൃഗത്തിനെ കാണുന്ന സമയത്തും ഈ ബസ് ഡ്രൈവർ നമുക്ക് വണ്ടി നിർത്തി തരും. എന്നിട്ട് കുറച്ച് സമയം വീഡിയോ എടുക്കാനൊക്കെ സമ്മതിക്കും. കുട്ടികളൊക്കെ അതിനിങ്ങനെ സൂക്ഷിച്ച് നോക്കുകയാണ്. ഒരുപാട് മാനിങ്ങനെ പുറത്തേക്ക് വരുന്നുണ്ട്, കൂട്ടത്തോടാണ് വരുന്നത്. പക്ഷേ നമ്മൾ അതിൽ പോകുന്നുണ്ടെന്നില്ല ഒരു മൈൻഡും അവർക്കില്ല. അവർക്കതൊന്നും ഒരു പ്രശ്നമില്ല. ഡെയിലി ഇത് കാണുന്നതാണല്ലോ. അതുകൊണ്ട് പിന്നെ ഇതിപ്പോൾ ഞങ്ങൾ പുറത്തേക്ക് വരുന്ന സമയത്ത് റോഡ് സൈഡിലുള്ള ഒരു കാഴ്ചയാണ്. ഞാൻ പറഞ്ഞല്ലോ, കാട്ടിൽ നിന്ന് നമുക്ക് മാനിനെ കാണാൻ പറ്റിയിട്ടില്ലെങ്കിലും റോഡ് സൈഡിലെത്തിയപ്പോൾ ഒരുപാട് മാനുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് ഈ യാത്രയിലെടുത്ത കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ കാണാം. നിങ്ങൾക്ക് നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അപ്പോൾ ലൈക്ക് ചെയ്യാൻ മറക്കണ്ട, പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.
അപ്പോൾ നമുക്ക് നല്ല നല്ല വീഡിയോസൊക്കെ ആയിട്ട് വീണ്ടും കാണാം. കുറേയധികം ഫോട്ടോസ് ഞാൻ ഇതിൽ ഷെയർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും വീഡിയോ ഫുള്ളായിട്ട് കാണാം. ഓക്കെ, താങ്ക് യു. നമുക്ക് നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരെ എല്ലാവരും സേഫ് ആയിട്ടിരിക്കാം.